ഈ ആഭരണങ്ങൾ നീ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് ഉഷയുടേതാണെന്ന് നിനക്കറിയാമോ? ഇല്ല. എന്നാലേ ഈ ആഭരണങ്ങളാണ് നീ ഉഷയുടെ കയ്യിൽ നിന്ന് വാങ്ങി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്ന ഫോട്ടോഗ്രാഫർക്ക് കൊടുത്തു എന്ന് നീ പറഞ്ഞത്. ഇതെവിടെയെന്നാ എനിക്ക് കിട്ടിയെന്നറിയാം? അറിയാം. എവിടെയെന്ന്? എന്റെ വീട്ടിൽ നിന്ന്. എന്തിനായി പണി ചെയ്ത്? ബിസിനസ് മോശമായതുകൊണ്ടാ അങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയത്. പിന്നെ വിറ്റ് കാശാക്കാൻ സമയം കിട്ടിയില്ല. ഈ 2 നമ്പറും ഏതാണെന്ന് നിനക്കറിയാം? അറിയാം. കമ്മീഷണറുടെ. ഇത് ഓഫീസ്, ഇത് റെസിഡൻസ് അല്ലേ? എന്തിനാ നിനക്ക് ഈ നമ്പർ? സാറേ, അത് തോക്ക് കേസ് സമയത്ത് എഴുതി വെച്ചതാ. ഇടയ്ക്കിടയ്ക്ക് കേസ് എവിടം വരെയായെന്ന് കമ്മീഷണറെ വിളിച്ചു ചോദിക്കാൻ അല്ലേ? അല്ല, നിന്റെ വീട്ടില് കുറെ ബുള്ളറ്റ്സ് മാത്രമേ കണ്ടുള്ളല്ലോ. തോക്കൊക്കെ എവിടാ സൂക്ഷിച്ചിരിക്കുന്നത്? തോക്കൊക്കെ അവര് കൊണ്ടുപോയി സാർ. ഓ, അവര് കൊണ്ടുപോയി അല്ലേ? ഓക്കെ. പിന്നെ ബുദ്ധിമുട്ട് വന്നപ്പോ ഉഷയുടെ ആഭരണം കൈക്കലാക്കാൻ ഒരു ഫോട്ടോ എടുപ്പും പരിപാടിയും ഒക്കെ ഉണ്ടായല്ലോ. അല്ല, ആ ഫോട്ടോഗ്രാഫറും നിന്റെ ആളാണല്ലോ. നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? ശല്യം ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലടാ കഴിവേറി. ഇത് വേറെ കേസാണോ? എന്ത് കേസാടാ? പിന്നെ ഇന്ന് ഞാൻ നിന്റെ അമ്മയുടെ കേസ്. അറിയാലോ അല്ലേ? അന്നെടുത്ത ആ ഫോട്ടോ കാണാനാ വന്നിരിക്കുന്നത്. ഏത് ഫോട്ടോ? അന്ന് ആ തോക്കൊക്കെ ചൂണ്ടിയെടുത്ത ഫോട്ടോ. സാറ് സത്യമായിട്ടും സാറ് വിശ്വസിക്കില്ല, ക്യാമറയിൽ ഫിലിം ഇല്ലായിരുന്നു. തമാശ പറയാതെ ആ നെഗറ്റീവ് പ്രിന്റിംഗ് എടുക്ക. ഞാൻ പറയുന്നത് സത്യമാണ് സാർ. പറയടാ, എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചിട്ട്. രണ്ടും കൂടെ ഉരുണ്ട് കളിക്കാണ് സാർ. സത്യം ഞാൻ ഇപ്പൊ പറയിപ്പിക്കാം. നടക്ക. അയ്യോ, ഡാർക്ക് റൂം. അതാ സൗകര്യം. നടക്കണോ? ഒരുപാട് കാലമായി ഒരുത്തനെ ശരിക്കും. അയ്യോ, തല്ലല്ലേ സാറേ. അയ്യോ, എന്നെ കൊല്ലല്ലേ സാറേ. അയ്യോ, ഞാൻ ഒരു തെറ്റ് ചെയ്ത്. അയ്യോ, നിന്റെ ഫോട്ടോ എടുപ്പ് ഞാൻ. അയാൾ പറഞ്ഞൊക്കെ സത്യമാണ് സാർ. ഈ ഫോട്ടോ എടുക്കലൊക്കെ വെറും ഒരു നാടകം കളിയായിരുന്നു. പറയടാ കഴിവേറി, ഇടി കൊള്ളുന്നത് ഞാനാ. 250 രൂപയ്ക്ക് എത്ര ഇടിയാ കൊള്ളുക? ആ തോക്കെവിടെ? അയ്യോ, എന്റെ പൊന്ന് സാറേ, അത് ഇവൻ തന്നതാ. ഇവൻ തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. എന്നെ കൊല്ലല്ലേ സാറേ. വന്ന് വന്ന് കാര്യങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് തന്നെ. സാറിന് എന്തോ ക്ലൂ കിട്ടിയ മാതിരി ഉണ്ടല്ലോ. എന്റെ ലൈൻ ഓഫ് തിങ്കിങ് ഇതാണ്. 3 കൊലപാതകങ്ങളിലും വളരെ ലോങ് റേഞ്ചിൽ നിന്നാണ് വെടിവെച്ചിട്ടുള്ളത്. ഉപയോഗിച്ച ആയുധം ഒന്ന് തന്നെ. വിജയനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മാത്രം ഒരു സർവീസ് റിവോൾവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൊലയാളി ഒരു പ്രൊഫഷണൽ കില്ലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ഷൂട്ടർ, തോക്കുകൾ ഉപയോഗിക്കുന്നതിൽ സമർത്ഥൻ. പക്ഷെ അയാൾ എന്തിനിത് ചെയ്തു? കൊല്ലപ്പെട്ട 2 സ്ത്രീകളും നല്ലവരായിരുന്നു. നിർമ്മലയെ എന്തിനാണ് കൊന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ ഭാര്യയുടെ നേരെ വധഭീഷണി വന്നതുപോലെ ഇതും എന്നെ മിസ്ലീഡ് ചെയ്യാനായിരിക്കാം. കാലത്ത് ഐജിയുടെ ഫോൺ ഉണ്ടായിരുന്നു. മിനിസ്റ്റർ ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ആ സ്ത്രീയെ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഹരാസ് ചെയ്തത്. കൊലയാളി ഒരു പ്രൊഫഷണൽ കില്ലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ഷൂട്ടർ, തോക്കുകൾ ഉപയോഗിക്കുന്നതിൽ സമർത്ഥൻ. സാർ NCCയിൽ വളരെ ആക്റ്റീവ് ആയിരുന്നല്ലേ? ആ സ്ത്രീയെ ഹരാസ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ? മന്ത്രിസഭയുടെ ആയുസാണോ കൊലക്കേസുകൾ തെളിയിക്കലാണോ നമുക്ക് ആവശ്യം സാർ? രണ്ടും. അവനെ കൊണ്ട് സത്യം പറയിക്കാൻ എനിക്കറിയാം സാർ. അവന്റെ
പിന്നിൽ ആരൊക്കെയുണ്ട്. ഗുഡ് നൈറ്റ്. നമ്മുടെ കമ്മീഷൻ തന്നെ കുറച്ച് തോക്കുകൾ പിടിച്ചത്. പക്ഷെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ ബുള്ളറ്റുള്ള വെപ്പൺ ഉപയോഗിക്കുന്നത് സാധാരണ സർവീസ് പേഴ്സണലാണ്. ഈ 2 നമ്പറും ഏതാണെന്ന് നിനക്കറിയാം? അറിയാം കമ്മീഷണറുടെ. എന്താ സംഭവിച്ചത്? ഇയാൾ ആരും വെടിവെച്ചു സാർ. കയ്യിലാ കൊണ്ടിരിക്കുന്നത്. ടേക്ക് ഹിം ടു ദി ഹോസ്പിറ്റൽ. വിജയ് ഭാഗ്യവാനാണ്. 2ാമത്തെ പ്രാവശ്യവും രക്ഷപ്പെട്ടല്ലോ. ഇപ്പോഴെങ്കിലും പറഞ്ഞൂടെ വിജയനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ആരാണെന്ന്? എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. വിജയ് ഇത്രയും കാലം ആരെയാണ് സഹായിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ തന്നെയാണ് വിജയന്റെ ശത്രു. വിജയന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് മാത്രമേ കഴിയൂ. അതിന് വിജയ് തന്നെ അയാളുടെ പേര് എനിക്ക് പറഞ്ഞു തരണം. എനിക്ക് തീരെ വയ്യ. തുറക്കൂ. വിജയനെ കൊല്ലാൻ ശ്രമിച്ചാൽ ആരായാലും ഇന്നിവിടെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം വിജയ് മരിച്ചില്ലല്ലോ. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. ലോക്ക് ചെയ്തു. ആരെയും പുറത്തേക്ക് വിടണ്ട. സാർ. അകത്തേക്കും. സാർ. നിനക്കിപ്പോ മനസ്സിലായില്ലേ നിന്റെ സുഹൃത്ത് എങ്ങനെയുള്ള ആളാണെന്ന്? അയാളെത്ര ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനിയെങ്കിലും പറഞ്ഞൂടെ നീ എന്തിനാ അയാളെ സഹായിക്കുന്നത്? ഇന്ത്യക്കകത്തും പുറത്തും പ്രവർത്തിക്കുന്ന ഭീകരന്മാർക്ക് തോക്ക് സപ്ലൈ എന്നൊരു സംഘമുണ്ട്. ആ സംഘത്തിന്റെ ഇവിടുത്തെ ആളാണ് ഞാൻ. ഒരിക്കൽ കമ്മീഷൻ ഞങ്ങളുടെ ആസ്ഥാനം റെയ്ഡ് ചെയ്തു. കുറെ പണവും തോക്കും പിടിച്ചെടുത്തു. അന്നൊരു വ്യവസ്ഥയിൽ കമ്മീഷണർ എന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. നിന്നെ ഞാൻ രക്ഷിക്കാം. പക്ഷേ നീ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഞാൻ പറയുന്ന സ്ഥലങ്ങളിൽ, ഞാൻ പറയുന്ന സമയങ്ങളിൽ എനിക്കാവശ്യമുള്ള തോക്ക് നീ എത്തിച്ചേരണം. എന്റെ ആവശ്യം കഴിഞ്ഞാൽ നീ തന്നെ അത് തിരിച്ചു കൊണ്ടുപോയി സൂക്ഷിക്കണം. എന്നോടൊരു ചോദ്യവും ചോദിക്കരുത്. എന്നെങ്കിലും നിന്നിൽ നിന്ന് ഈ രഹസ്യം ചോർന്നു പോകുന്നുവെന്ന് എനിക്ക് തോന്നിയാൽ അന്ന് നിന്റെ കഥ കഴിയും. അദ്ദേഹം പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. വേറെ വഴിയില്ലാത്തതുകൊണ്ട്. സാറിന് ഭീഷണി കത്ത് എഴുതിയതും ഉഷയെ ബ്ലാക്ക്മെയിൽ ചെയ്തതും
കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ്. ഞാൻ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കണമെന്ന് ദയവേത് ഉഷയോട് പറയണം. എന്താ? ഹരിക്കൊരു ആക്സിഡന്റ് പറ്റി. അയ്യോ. പേടിക്കാനൊന്നുമില്ല, ഹോസ്പിറ്റലാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഞാനും വരുന്നു. വേണ്ട, വീട്ടിലാരെങ്കിലും വേണ്ടേ? വരൂ. അത്യാവശ്യമായി CI മാധവൻ സാർ ഇവിടം വരെ വരാൻ ഒന്ന് ഏർപ്പാട് ചെയ്യണം. സാറിനെ ഒന്ന് കാണണം. ഇപ്പോഴാ ഓഫീസിലേക്ക് പോയത്. ഹരി വരികയോ വിളിക്കുകയോ ചെയ്താൽ അദ്ദേഹം ഓഫീസിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ടേക്ക് യുവർ സീറ്റ്. ഇനി എന്താ പ്രോഗ്രാം? സാർ വളരെ സീനിയർ ആണല്ലോ. ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് സാർ തന്നെ പറയണം. എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് ഹരിക്കറിഞ്ഞൂടെ? എനിക്കറിയാം. പക്ഷെ ഇതൊരു പ്രത്യേകതരം കേസാണല്ലോ. പ്രതി പോലീസ് കമ്മീഷണർ അല്ലേ? അതെ, പ്രതി പോലീസ് കമ്മീഷണറാണ്. പ്രതി കുറ്റം നിഷേധിക്കുന്നുമില്ല. ഇതൊരു പ്രത്യേകതരം കേസ് തന്നെ. 3 murders in 3 weeks. 3 ആഴ്ചയ്ക്കുള്ളിൽ 3 കൊലപാതകങ്ങൾ. 4ാമത്തേതിനുള്ള ശ്രമവും. വാട്ട് മേഡ് യു എ കില്ലർ? തീർന്നില്ല, ഒന്നുകൂടി ബാക്കിയുണ്ട്. ബട്ട് യു മേ ഹാവ് ടു ഹെൽപ്പ് മീ. വാട്ട് ഡു യു മീൻ? 3 ആഴ്ചക്കുള്ളിൽ 3 കൊലപാതകങ്ങൾ. 3 വർഷങ്ങൾ വേണ്ടി വന്നു ആ തീരുമാനത്തിലേക്ക് എത്താൻ. Now I ask you one more day. Just 24 hours to complete my mission. Are you mad? In a sense. Wait. മണ്ടത്തരമൊന്നും കാണിക്കരുത്. ഉഷ എന്റെ കസ്റ്റഡിയിലാണ്. In a safe place. ഹലോ ഹലോ ഹരിയുടെ വീട്. ഹലോ, ആരാണ്? ഞാനാണ്. അയ്യോ സാർ, സാറിന് ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ് കമ്മീഷണർ സാർ ഇവിടെ വന്നു. ഉഷക്കുഞ്ഞായും കൂട്ടിക്കൊണ്ട് പോയല്ലോ. സാറിന് എങ്ങനെയുണ്ട് ഇപ്പോ? ആശുപത്രിയിൽ നിന്നാണോ സാർ സംസാരിക്കുന്നത്? സാർ ആശുപത്രിയിൽ നിന്നാണോ? സോറി, എനിക്കത് ചെയ്യേണ്ടി വന്നു. ഹരി വളരെ സ്മാർട്ട് ആയതുകൊണ്ട്. ഇപ്പോ എനിക്കൊരു ദിവസം തരുമല്ലോ. നോ. ഉഷ ഒരു സേഫ് പ്ലേസിലാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അവളുടെ ജീവൻ ഇപ്പോഴും ഹരിയുടെ കയ്യിലാണ്. മണ്ടത്തരമൊന്നും കാണിക്കരുത്, ദുഃഖിക്കേണ്ടി വരും. എനിക്ക് ഈ സാധനം ഒരു ദിവസത്തേക്ക് കൂടി വേണം. അതിന് തടസ്സം നിന്നാൽ മനസ്സിലായി. അടുത്ത കൊലയ്ക്ക് ഞാൻ കൂട്ടുനിന്നില്ലെങ്കിൽ എന്റെ ഭാര്യയെ കൊല്ലും. അവൾ ജീവിച്ചിരിക്കണമെങ്കിൽ മറ്റൊരാൾ മരിക്കണം. എന്റെ ഭാര്യയുടെ ജീവന് വില പേശുകയാണല്ലേ? ഹൗ ബ്രൂട്ടൽ യു ആർ. സമ്മതിച്ചു, ഞാൻ ബ്രൂട്ടലാണ്, കൊലപാതകിയാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നല്ലവനായിരുന്നു. ഭാര്യ പിഴയാണെന്ന് ഒരു കള്ളക്കത്ത് കിട്ടിയപ്പോൾ ഹരിയുടെ മനസ്സ് വേദനിച്ചില്ലേ? അപ്പോൾ പിഴച്ച ഭാര്യയുള്ള ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. ആ വേദനയുടെ പ്രതികരണമാണ് ഈ കൊലപാതകങ്ങൾ. മനുഷ്യ മനസ്സിന്റെ പ്രവർത്തനം വളരെ വിചിത്രമാണ്. എന്റെ ഭാര്യയെ പിഴപ്പിച്ച ആരെയും ഞാൻ കൊന്നില്ല. അവരെ കൊന്നാൽ അതോടുകൂടി അവർ രക്ഷപ്പെടും. എനിക്ക് വേണ്ടത് ജീവിതാവസാനം വരെ അവരെ ദുഃഖിപ്പിക്കുക എന്നതാണ്. അതിനുവേണ്ടിയാണ്
അവരുടെ നല്ലവരായ ഭാര്യമാരെ കൊന്നത്. അതിനിടയിൽ ചില നിരപരാധികളും പെട്ടുപോയി. അടുത്ത കൊലയ്ക്ക് കളമെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത്. ഇനി ഒരുത്തി കൂടി ബാക്കിയുണ്ട്. അതിനാണ് ഞാൻ ഒരു ദിവസത്തെ സമയം ചോദിക്കുന്നത്. I think now you'll agree with me.